വിശ്വാസത്തോടെ ശബരിമലയിലേക്ക് വ്രതമെടുത്ത് മാലയിട്ട് വരുന്ന അയ്യപ്പ ഭക്തരോടാണ്, സ്വാമിമാരോടാണ്, മാളികപ്പുറങ്ങളോടാണ് ഈ തട്ടിപ്പ് കാണിച്ചിരിക്കുന്നത്. വിജയ് മല്യ അവിടെ കൊടുത്ത സ്വർണം അത് വാർത്തകളായതാണ്. അതവിടെ ആ ശ്രീകോവിലിന്റെ ഭാഗങ്ങളിലെല്ലാം എല്ലാവരും അവിടെ പോയ വിശ്വാസികൾ, അയ്യപ്പ ഭക്തർ നേരിട്ട് കണ്ടതാണ്. ആ സ്വർണം ഇപ്പോൾ എവിടെ പോയി? ആവിയായോ പ്രസാദ്? ഗുഡ് ഈവനിങ് സുജയ. ഉയരുന്ന ചോദ്യങ്ങളും ദുരൂഹതകളും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. സുജയ പറഞ്ഞതുപോലെ ശബരിമല അയ്യപ്പൻ്റെ ഭക്തരാണ് നാട് മുഴുവനുള്ളത്. അവരുടെ മുഖത്ത് നോക്കിയാണ് ഇത്ര വലിയ കച്ചവടം അതിൻ്റെ മറവിൽ നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ എല്ലാം റിപ്പോർട്ട് ചെയ്യാറുണ്ട്, ശബരിമലയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്ന്. എന്നാൽ അത് തെളിവുകൾ സഹിതം സമീപകാലത്തുള്ളത് പുറത്തു വന്നത് ഈ സ്വർണ്ണപ്പാളി വിവാദത്തോടു കൂടിയാണ് എന്നതാണ്. സുജയ അതിൽ ചോദിച്ചു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ 1999 വ്യവസായി വിജയ് മല്യ ആ ശബരിമലയാകെ സ്വർണം പൂശുന്ന നിലയിലേക്ക് ഒരു തീരുമാനമെടുക്കുന്നതും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ അന്ന് സ്വർണം പൂശിയതാണ്, അത് രേഖകൾ സഹിതം ഉള്ളതാണ്. പക്ഷെ പിന്നീട് 2019 അവിടെ നിന്ന് സ്വർണം പൂശാൻ എന്ന പേരിൽ കൊണ്ടുപോകുന്നത് പൂർണ്ണമായും ചെമ്പ് തകിടുകളാണ് എന്ന വിവരമാണ് അത് ചെയ്ത കമ്പനിയുടെ അഭിഭാഷകൻ തന്നെ ഇന്ന് പറയുന്നുണ്ടായത്. ചുരുക്കത്തിൽ ആ സ്വർണത്തിന് പകരം അവിടെ ചെമ്പായി മാറി എന്നതാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? സുജയ, ഇതിൽ ഗുരുതരമായ ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിൽ കുറ്റക്കാരൻ. ഇതിൽ ആദ്യത്തെ കുറ്റക്കാർ എന്ന് പറയുന്നത് അത് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്, എന്തിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് പുറമേയുള്ള ഒരാൾക്ക് ശബരിമലയിലെ ഇത്രയും വിലപിടിപ്പുള്ള ഇത്രയും പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ കൊടുത്തുവിടാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത്? എന്തുകൊണ്ട് ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥർക്ക് ദേവസ്വത്തിൻ്റെ വാഹനത്തിൽ അത് കൊണ്ടുപോയിക്കൂടാ എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അന്ന് സഹായിച്ചത് ഉറപ്പായും ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും തന്നെയാണ്. അന്ന് കൊണ്ടുപോയ മഹസറിൻ്റെ വിവരങ്ങൾ ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിടുന്ന സമയത്ത് അന്ന് പുറത്തു കൊണ്ടുപോയതിൽ ഒരു തരി സ്വർണമില്ല എന്നുള്ളതാണ് സുജയ പറയുന്നത്. അങ്ങനെയെങ്കിലാണ് ആ ചോദ്യം പ്രസക്തമാകുന്നത്. വിജയ് മല്യ പൂശിയ സ്വർണം എവിടേക്ക് പോയി എന്നതാണ്. സ്വർണം ഉള്ള ഭാഗങ്ങൾ പൂശാൻ കഴിയില്ല എന്ന് കമ്പനിയുടെ അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. ചെയ്ത ചെമ്പ് പാളി, അപ്പോൾ ആ ചെമ്പ് പാളിയിൽ അതിൽ ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ചെമ്പ് പൂശാനായി കൊണ്ടുവരുന്നു. അതാണ് ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതിന് കാരണമായി പറയുന്നത്. പക്ഷേ സ്വർണ്ണപ്പാളിയിൽ എന്തിന് ചെമ്പ് പൂശണമെന്ന ചോദ്യം ഇവിടെ ബാക്കിയാണ്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യണം. ടി വി പ്രസാദ്, നമുക്ക് അടുത്ത ഘട്ടത്തിൽ പോകേണ്ടത് സായ്കുമാറിലേക്കാണ്. ഗുഡ് ഈവനിങ് സായ്കുമാർ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇപ്പോൾ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമൊന്നുമല്ല ഇതിന് പിന്നിലെ കൾപ്രിറ്റ് എന്ന് പറയുന്നത്. പോറ്റിക്ക് പലരുമായും ഉന്നതങ്ങളിൽ ബന്ധമുണ്ട്, പിടിപാടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഇടനാഴികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കയറി ഇറങ്ങിയിട്ടുണ്ട്? ശരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പണമല്ല ഈ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അയാൾ ഉപയോഗിക്കുന്നത് എന്നത് വ്യക്തമാണ്. പക്ഷെ അയാൾക്ക് വന്നിരിക്കുന്ന ആസ്തിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആരുടെയോ ബിനാമിയാണ്. അത് ആരുടേതായിരിക്കും സായ്കുമാർ? ഇപ്പോൾ വരുന്ന സൂചനകൾ എന്താണ്? ഗുഡ് ഈവനിങ് സുജയ. തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ വാക്കാണ്, അധികാരത്തിന് ഇടനാഴിയിൽ ചില അവതാരങ്ങളൊക്കെ കറങ്ങി നടക്കും, അവരെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത്. അങ്ങനെ കുറേയധികം അവതാരങ്ങളെ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടു. മോൻസൺ മാവുങ്കലിനെ മലയാളികൾ ആരും മറന്നിട്ടുണ്ടാകില്ല. അതുപോലെ തന്നെയുള്ള മറ്റൊരവതാരമായി ഈ പോറ്റിയും ഇപ്പോൾ മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പോയി ഭയഭക്തി ബഹുമാനത്തോടുകൂടി നിൽക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും വ്യവസായികളുടെയും ഒക്കെ ഇഷ്ടക്കാരനായി എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് അയാൾ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാക്കി മാറ്റിയത് ശബരിമലയിൽ അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു അധികാരം തന്നെയാണ്. അവിടെ ഇന്നിപ്പോൾ ജയറാം തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. സന്നിധാനത്ത് പോകുമ്പോഴെല്ലാം അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാകാറുണ്ട്. തൻ്റെ റൂമിൽ വന്ന് ഇങ്ങോട്ട് പരിചയപ്പെടുത്തുകയായിരുന്നു 5-6 വർഷം മുൻപ്. അതിനുശേഷം അദ്ദേഹം നിത്യമായി അദ്ദേഹത്തെ അവിടെ കാണാറുണ്ട്. അപ്പോൾ ശബരിമലയിൽ വിശേഷ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നും അവിടെ ഉണ്ടാവുകയും അവിടെ എത്തുന്ന VIP-കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവരുടെ ഇഷ്ടം സമ്പാദിക്കുന്ന ഒരാളായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുന്നത്. പിന്നീട് ശബരിമലയിലേക്ക് നമുക്കറിയാം കേരളത്തിന് പുറത്തും നിരവധിയായിട്ടുള്ള ഭക്തരുണ്ട്. കോടിക്കണക്കിന് രൂപ അവർ കാണിക്കയായും സംഭാവനയുമായിട്ടൊക്കെ ശബരിമലയിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ ആന്ധ്രയിൽ നിന്നും ബാംഗ്ലൂരുവിൽ നിന്നൊക്കെ വരുന്ന ബിസിനസ് സംഭാവനകളുടെയൊക്കെ ഒരു പാലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിക്കുന്നതെന്ന് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. അദ്ദേഹമാണ് സ്പോൺസർ എന്ന് പറയുന്നതെങ്കിൽ പോലും അതിലേക്ക് വരുന്ന പണം എന്ന് പറയുന്നത്
പ്രമുഖരായിട്ടുള്ള ഈ പല സ്പോൺസറായി ബിസിനസ്സുകാരും വന്നിരിക്കുന്നത് സൈകുമാർ നോക്കൂ, ഈ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിൽ തന്നെയാണല്ലോ സ്പോൺസറായി വന്നിരിക്കുന്നത്. അത് ഈ വിജയ് മല്യ സമർപ്പിച്ച പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു സ്പോൺസറെ ഇറക്കിയതാണോ എന്ന സംശയവും അവിടെ തോന്നാമല്ലോ. തീർച്ചയായും അങ്ങനെ തോന്നാം സുജിയ. കാരണം ഈ ശബരിമലയുടെ ഇപ്പോൾ ഇന്ന് ജയറാമിന് സംഭവിച്ചതുപോലെ തന്നെ നിരവധി ആളുകളെ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയും എന്നൊക്കെ പറഞ്ഞയാൾ പറ്റിക്കുകയും പണം വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജയറാം ഇപ്പോൾ പണം വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പണം നൽകി എന്ന് പറയുന്ന പ്രതികരണം പോലും നമുക്കിപ്പോൾ വരികയും ചെയ്തിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പെട്ടെന്നാണ് വലിയ ധനാഢ്യനാകുന്നതെന്ന് അദ്ദേഹത്തിന്റെ നാട്ടുകാർ തന്നെ പറയുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്തുകാരനായിരുന്നു, പിന്നീട് ബാംഗ്ലൂരിൽ പോകുന്നു, അവിടെ ഒരു അമ്പലത്തിലെ പൂജാരിയാകുന്നു, പിന്നീട് ശബരിമലയിൽ ഒരു സഹായിയായി വന്ന പോറ്റിയാണ് പിന്നീട് അവിടുത്തെ വലിയൊരു സ്പോൺസറായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു വളർച്ച എങ്ങനെ ഇയാൾക്ക് സംഭവിക്കുന്നു? ഒരു ജ്വല്ലറിയുടെ ഇടനിലക്കാരനായി നിന്ന് ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്തായാലും സൈകുമാർ ഇപ്പോൾ ഈ പാളി കൊണ്ടുപോയതിൽ പിടിച്ചത് നന്നായി. അല്ലെങ്കിൽ നമ്മുടെ ശബരിമല അയ്യപ്പനെ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി എല്ലായിടത്തും, അതായത് നിങ്ങൾ മല കയറിയൊന്നും വരേണ്ടതില്ല, അയ്യപ്പൻ നിങ്ങളുടെ വീട്ടിലെത്തുമെന്ന് പറഞ്ഞുള്ള ഒരു കച്ചവടത്തിലേക്ക് പോലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ പോയേനെ. അതിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുകയല്ലേ എന്നുള്ള ഒരു ചോദ്യം, ഒരു വലിയ ചോദ്യം, ദാറ്റ് ബിഗ് ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്.